ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 8ാം ക്ലാസ്സിലെ തസ്കിയയിലെ 3ാമത്തെ പാഠം ളിയാഫത്തുൻ അജ്ബല്ലാഹു മിൻഹാ. ളിയാഫത്തുൻ അജ്ബല്ലാഹു മിൻഹാ, അള്ളാഹു അത്ഭുതപ്പെട്ട വിരുന്നു സൽക്കാരം എന്നാണ് നമുക്ക് പാഠം. അറബി മലയാളം ചാപ്റ്റർ വായിക്കുന്നത് പോലെ ഒന്ന് വായിച്ചു മനസ്സിലാക്കാം. അവിടെ അള്ളാഹു അത്ഭുതപ്പെട്ട അതിഥി സൽക്കാരം, തൃപ്തിപ്പെട്ട അതിഥി സൽക്കാരം, വിരുന്ന് സൽക്കാരം നമുക്ക് മനസ്സിലാക്കാം. എന്താണ്? അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ തൊട്ട് റിപ്പോർട്ട് എന്താണ്? അദ്ദേഹം പറയുന്നു, ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ വിശന്ന് വലഞ്ഞവനാണ്. കാല ഇന്നി മജ്ഹൂദ്, ഞാൻ വിശന്ന് വലഞ്ഞവനാണെന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഭാര്യയുടെ അടുത്തേക്ക് ആളെ അയച്ചു. അപ്പോൾ ഭാര്യ പറഞ്ഞു, സത്യമായും അങ്ങയെ അയച്ച അള്ളാഹുവിനെ തന്നെ സത്യം, എൻ്റെ അടുക്കൽ വെള്ളമല്ലാതെ ഇല്ല. പിന്നെ മറ്റൊരു ഭാര്യയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളെ അയച്ചു. അപ്പോൾ അവരും അത് തന്നെ പറഞ്ഞു. എത്രത്തോളം എന്നാൽ അവരെല്ലാവരും അതുപോലെ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, വെള്ളമല്ലാതെ എൻ്റെ അടുക്കലില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഈ രാത്രി ആരാണ് ഇദ്ദേഹത്തെ സൽക്കരിക്കുക? അപ്പോൾ അൻസാരികൾപ്പെട്ട ഒരാൾ പറഞ്ഞു, അനയാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ സൽക്കരിക്കാം. അങ്ങനെ അദ്ദേഹം അയാളുമായി വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അതിഥിയെ നീ ആദരിക്കുക. അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു. മറ്റൊരു റിപ്പോർട്ടിലുണ്ട്, അദ്ദേഹം ഭാര്യയോട് ചോദിച്ചു, നിന്റെ അടുക്കൽ വല്ലതും ഉണ്ടോ? അവർ പറഞ്ഞു, എൻ്റെ കുട്ടികളുടെ ഭക്ഷണമല്ലാതെ മറ്റൊന്നും ഇല്ല. അദ്ദേഹം പറഞ്ഞു, വല്ല കാരണവും പറഞ്ഞ് അവരെ നീ ആശ്വസിപ്പിക്കുക. അവർ അത്താഴം ഉദ്ദേശിച്ചാൽ അവരെ നീ ഉറക്കിക്കിടത്തുക. നമ്മുടെ അതിഥി കടന്നാൽ നീ വിളക്ക് കെടുത്തുക. നമ്മൾ തിന്നുകയാണെന്ന് നീ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുക. അങ്ങനെ അവർ ഇരുന്നു അതിഥി ഭക്ഷിച്ചു. വിശന്നവരായിട്ട് അവരിരുവരും രാത്രി കഴിച്ചു കൂട്ടി. നേരം പുലർന്നപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നലെ രാത്രി നിങ്ങൾ ഇരുവരും നിങ്ങളുടെ അതിഥിയെ കൊണ്ട് നടത്തിയ പ്രവർത്തനത്തെ സംബന്ധിച്ച് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. ധർമ്മിഷ്ഠനായ ഈ സ്വഹാബിയിലേക്കും ഉദാരമനസ്കരായ അദ്ദേഹത്തിൻ്റെ ഭാര്യയിലേക്കും നീ ആലോചിച്ചു നോക്കൂ. ഈ ഉദാരമതികളായ സ്വഹാബി വര്യനിലേക്ക്, തൻ്റെ ഭാര്യയിലേക്കും നീ നോക്കുക. ഈ മഹത്തായ സ്വഭാവ ഗുണത്തിന് അവരെ പ്രേരിപ്പിച്ച ഘടകമെന്താണ്? അത് അള്ളാഹുവിലും അന്ത്യദിനത്തിലുമുള്ള വിശ്വാസം മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും അന്ത്യദിനത്തിലും അള്ളാഹുവിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അതിഥിയെ സൽക്കരിക്കട്ടെ. അപ്പോൾ പാഠത്തിലൂടെ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? അതിഥിയെ സൽക്കരിക്കുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ അവൻ്റെ അതിഥിയെ ആദരിക്കുക. അപ്പം അത് പാഠം മനസ്സിലാക്കാം. അപ്പം എന്തൊക്കെയാണ് ഈ പാഠത്തു നിന്ന് വന്ന ചോദ്യങ്ങൾ? നമുക്കൊന്ന് അതുകൂടി നോക്കാം. നമുക്കവിടെ വായിച്ച് മനസ്സിലാക്കാനും മീനിങ്സ് എഴുതാനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കി എഴുതുക. പിന്നെ അവിടെ സന്ദർഭം വിശദീകരിക്കാനാണ്. ഇന്നി മജ്ഹൂദ്, ആരോട് പറഞ്ഞതാണത്? ഇന്നി മജ്ഹൂദുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞതാണ്. അടുത്തെന്താണ്? അനയാ റസൂലുള്ളാഹി, ആരാണ് പറഞ്ഞത്? ഒരു അൻസാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഈ രാത്രി
ആരാണ് ഇയാളെ സൽക്കരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചപ്പോൾ ഒരു അൻസാരി പറഞ്ഞതാണ് അനയാ റസൂലുള്ളാഹി. അടുത്തതാ ഫഅല്ലിലീഹിം ബിഷൈഇൻ. എന്താണ്? അൻസാരി തൻ്റെ ഭാര്യയോട് പറഞ്ഞതാണ്, അവരെ എന്തെങ്കിലും കാരണം പറഞ്ഞ് നീ ആശ്വസിപ്പിക്കുക. അൻസാരി തൻ്റെ ഭാര്യയോട് പറഞ്ഞു. എപ്പോഴായിരുന്നു സന്ദർഭം? എൻ്റെ കുട്ടികൾക്കുള്ള ഭക്ഷണമല്ലാതെ മറ്റൊന്നും ഇവിടെ ഇല്ല എന്ന് അൻസാരിയുടെ ഭാര്യ പറഞ്ഞപ്പോഴാണ് അൻസാരി ഇത് പറഞ്ഞത് ഫഅല്ലിലീഹിം ബിഷൈഇൻ എന്ന്. അപ്പം അത് മനസ്സിലാക്കുക. അടുത്ത നാലാമത്തത് ലഖദ് അജ്ബല്ലാഹു മിൻ സ്വനിഇകുമാ ദൈഫികുമാ ലൈലത്തൻ. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസാരിയോട് പറഞ്ഞതാണ്. എന്താണ്? ഇന്നലെ രാത്രി നിങ്ങൾ ഇരുവരും നിങ്ങളുടെ അതിഥിയെ കൊണ്ട് നടത്തിയ പ്രവർത്തനത്തെ സംബന്ധിച്ച് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസാരിയോട് പറഞ്ഞതാണ്. ഇന്നലെ രാത്രി നിങ്ങൾ ഇരുവരും നിങ്ങളുടെ അതിഥിയെ കൊണ്ട് നടത്തിയ പ്രവർത്തനത്തെ സംബന്ധിച്ച് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ അവിടെ അതിൻ്റെ സന്ദർഭമാണ് എഴുതേണ്ടത്. ഏത് സന്ദർഭത്തിലാണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്? അൻസാരിയും ഭാര്യയും അതിഥിയെ മാന്യമായി സൽക്കരിക്കുകയും അവർ വിശന്നവരായി ഉറങ്ങി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അറിയുകയും ചെയ്തപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസാരിയോട് ഇങ്ങനെ പറഞ്ഞത്. മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് പാഠത്തിൽ മനസ്സിലാക്കാനുള്ളത്. എല്ലാവരും നന്നായി മനസ്സിലാക്കി പാഠം മനസ്സിലാക്കുക. അപ്പോൾ അവിടെ അതിഥിയെ സൽക്കരിക്കുക എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുക. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവന് അതിഥിയെ ആദരിക്കട്ടെ. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇന്നത്തെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.